ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തിരിച്ച് പോരുന്നതിൻ്റെ കുറച്ച് മുമ്പ് എടുത്തിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ്, അതായത് തലേ ദിവസം എടുത്തിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് യു എയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മാന്തൽ വാങ്ങിച്ചിട്ടുണ്ട്, അത് ഫ്രീസ് ചെയ്യണം. പിന്നെ കുറച്ച് അയലയും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അത് അന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. ഈ കട ചെറിയ സിസ്റ്ററുണ്ട്, അവരെല്ലാവരും വീട്ടിലുണ്ട്. അപ്പം നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾ തിരിച്ച് യു എയിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മത്തൻ്റെലൊക്കെ ആയിട്ട് വന്നതാട്ടോ ഇവിടെ. ഇത് ഇക്കടെ എളാപ്പൻ്റെ വീടാണ്. അപ്പം എളാപ്പൻ്റെ വീട്ടിലെ മത്തൻ്റെലല്ലത്, അപ്പുറത്തെ വീട്ടിലെ മത്തൻ്റെലയാണ്. അവർ നമ്മുടെ റിലേറ്റീവ് തന്നെയാണ്. അപ്പോൾ ഒരു വർഷം ഇക്കടെ ഉമ്മയോട് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോളൂ എന്നൊക്കെ. അപ്പോൾ ഉമ്മ പറഞ്ഞു ഇക്ക വന്നതിന് ശേഷം എടുത്തോളാമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പോരാൻ നേരമാണ് ഇപ്പോൾ ഈ മത്തൻ്റെല എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇക്ക ഞങ്ങളവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പള്ളിയിൽ പോയതായിരുന്നു. അപ്പോഴാണ് ഇത് അവിടെ റോയിമോളെ കയ്യിലൊരു ചിപ്സ് ഉണ്ടായിരുന്നുള്ളൂ. മക്കളൊക്കെ ഇവിടെ ഉണ്ട് വീട്ടിൽ. എളാപ്പയുടെ പേരക്കുട്ടികളാണ്, ഇവർ ട്വിൻസാട്ടോ. അപ്പോൾ ഇക്കാനോട് പിന്നെ വിളിച്ച് പറഞ്ഞു കുറച്ച് ചിപ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓർത്തില്ല മക്കളിവിടെ ഉണ്ടെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ മത്തൻ്റെല നുള്ളാൻ പോയതാണ്. കത്രിക വെച്ചിട്ടൊക്കെ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. എന്തായാലും നമ്മൾ കുറേ യൂസ് ചെയ്തു. ഞങ്ങൾ യു എയിലേക്കും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു മത്തൻ്റെല. അപ്പോൾ എന്തായാലും അവരോട് നേരിട്ട് നന്ദി പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഉമ്മാനോട് ആദ്യം തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എടുക്കുന്നുണ്ട് എന്നുള്ളത്. എന്നാലും അപ്പോൾ പോയിട്ട് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും സന്തോഷം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതാ മോനവിടെ കരയുന്നുണ്ട്. പിന്നെ ഇക്ക വന്നിട്ട് റൂയിമോളെ കൂട്ടിക്കൊണ്ടുപോയി ചിപ്സ് വാങ്ങിച്ച് പിന്നെ എല്ലാവർക്കും കൊടുത്തു. റൂയിമോളുടെ കയ്യിലുള്ള ബാഗിൻ്റെ അകത്ത് ടോയ്സുമാണ്. അപ്പം ഇവള് എല്ലാവരും എടുത്തേക്കും പോകുമ്പോഴും അത് കൊണ്ടുപോകും. എന്നിട്ട് പിന്നെ അവിടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് വാശി പിടിക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ നാട്ടിൽ നടക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഇക്കാൻ്റെ കൂടെ പോയതാണ് ചിപ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് കൊടുക്കാൻ. പിന്നെ ഇക്ക വന്നു, നമ്മൾ പോയി. പച്ച കുരുമുളക് ഇട്ടിട്ട് മത്തൻ്റെ ഇലയിൽ അയല വറ്റിച്ചതാണ് ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഒരു കൊളാബറേഷനും കൂടിയുണ്ട്. നല്ലൊരു സ്പെഷ്യൽ ഐറ്റം പരിചയപ്പെടുത്തി തരാം. അതായത് ഇരുമ്പിൻ്റെ ചട്ടി, കാസ്റ്റ് അയൺ പാത്രങ്ങൾ നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ദ ഇൻഡസ് വാലി എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ കാസ്റ്റ് അയൺ പ്രൊഡക്ട്സ് ആണ്. അപ്പം ഇത് മൂന്നും കൂടിയിട്ടുള്ള ഒരു കുക്ക് വെയർ സെറ്റാണ്. അതിൻ്റെ കൂടെ ഒരു തട്ക പാനും കൂടി ഫ്രീ ആണ്. അതിന് വരുന്നത് 2949 റുപ്പീസാണ് ഇപ്പം അവൈലബിൾ ആവുന്നത് കേട്ടോ. നല്ല ഓഫർ പ്രൈസിൽ ഈ 3 പാത്രങ്ങളും പ്ലസ് ഒരു തട്ക പാനും കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽസൊക്കെ താഴെ ലിങ്ക് കൊടുക്കാം. നല്ല ഓഫറാണ്. അതിൻ്റെ കൂടെ ഐഷ 12 എന്ന് പറഞ്ഞുള്ള കോഡും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ 12% ഡിസ്കൗണ്ടും കൂടി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ഈ ഒരു വീഡിയോയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിത് ചെറുതായിട്ട് ഒന്ന് ലിക്വിഡ് വെച്ചിട്ടൊന്ന് കഴുകിയെടുത്തു. അതിനുശേഷം ആ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാം കേട്ടോ. എല്ലാ പാത്രങ്ങളും ഞാൻ ഇപ്പോഴാണ് ഫസ്റ്റായിട്ടാണ് കഴുകിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് പ്രീ സീസൺഡ് ആയതുകൊണ്ട് നമുക്ക് വേറെ പണികളൊന്നുമില്ല, മയക്കെടുക്കേണ്ടതൊന്നും ആവശ്യമില്ല. നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക, വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുക. ഇതിപ്പോൾ മത്തൻ്റെല നമ്മളിപ്പോൾ അവിടെ നിന്ന് ഉള്ളി എടുത്തില്ലേ, ആ മത്തൻ്റെലയാണ്. ഞാനൊരു 5-6 മത്തൻ്റെല എടുക്കുന്നുണ്ട്. മത്തൻ്റെലയിലാണ് നമ്മളിപ്പം ഇത് വറ്റിച്ചെടുക്കുന്നത്. ഈ ഇരുമ്പിൻ്റെ ചട്ടിയിൽ വെച്ചിട്ടാണ്, കാസ്റ്റ് അയൺ പാത്രത്തിൽ വെച്ചിട്ടാണ് ഇത് വറ്റിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. പിന്നെ പച്ച കുരുമുളക് ഒക്കെ അരച്ചിട്ടാണ് നമ്മളിപ്പം ഇതിലോട്ടുള്ള മസാല റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് പച്ചക്കുരുമുളകൊക്കെ ഓൾറെഡി ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാസ്റ്റ് ചെയ്യേണ്ട പാത്രം നമ്മൾ ആദ്യം ലിക്വിഡ് വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുത്തു, എന്നിട്ട് തുടച്ചെടുത്തു. ഇനി ഓയിൽ, ഞാൻ വെളിച്ചെണ്ണയാണ് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ തുടച്ചെടുക്കുക. വെളിച്ചെണ്ണ അകത്തും പുറത്തൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളൂ. ഇത് ഓൾറെഡി സീസൺഡ് ആയതുകൊണ്ട് നമുക്ക് ഒരു പണിയില്ല കേട്ടോ. ഇത് പ്രീ സീസൺഡ് അല്ലാത്തതാണെങ്കിൽ നമ്മൾ വീണ്ടും ഒന്ന് മയക്കെടുക്കേണ്ടി വരും. അതിന് ഒരുപാട് പണികളാണ്. അപ്പം ഈ ഇൻഡസ് വാലി പ്രൊഡക്ട്സിൻ്റെ ഒരു നല്ലൊരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സീസൺ ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി സീസൺഡ് ആണ്. നമ്മളിതൊന്ന് 2 പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മൾ ഫസ്റ്റ് കഴുകിയെടുത്തു, ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി ചൂടാക്കിയെടുക്കുക കേട്ടോ. ചൂടാക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് 3 പാത്രങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ, സെയിം അതേപോലെ തന്നെ. ഈ ഒരു കുക്ക് വെയർ സെറ്റിൽ വരുന്നത് ഒരു തവയുണ്ട്, ഒരു ഫ്രൈങ് പാൻ ഉണ്ട്, ഒരു കടായി ഉണ്ട്, പ്ലസ് അതിൻ്റെ കൂടെ ഒരു തത്കാൽ പാനും കൂടി ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 4 പാത്രങ്ങളാണ് 2946 റുപ്പീസിന് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് ചൂടാക്കിയെടുത്തു, വീണ്ടും നമ്മൾ കഴുകിയെടുത്തു കേട്ടോ. ഇനി നമുക്ക് നേരിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ റെസിപ്പി നോക്കാം. ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം ഇതെല്ലാം കൂടി ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ.
അപ്പോൾ എല്ലാം കുറേശ്ശെ മതി. ഒരു 6-7 ചെറിയ ഉള്ളി, 1 ടീസ്പൂണ് വലിയ ജീരകം, ഒരു 3 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ചെറിയൊരു 2 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചക്കുരുമുളക് ഒരു ഉണ്ടെടുത്തിട്ടുണ്ട് കേട്ടോ, കണ്ടല്ലോ നിങ്ങളിട്ടത്. പിന്നെ അതുപോലെ കാന്താരി മുളക്, അത് എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, 1 ടേബിൾ സ്പൂണോളം വിനാഗിരി, അതുപോലെ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ. ഇതെല്ലാം കൂടി ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, കുരുമുളക് പൊടി വേറെ എക്സ്ട്രാ ചേർക്കുന്നില്ല, പച്ചക്കുരുമുളകാണ് ചേർക്കുന്നത്. അതുപോലെ കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലോട്ട് ഇത് മാരിനേറ്റ് ചെയ്തെടുക്കുക. കുറച്ച് കൂടുതൽ എടുത്തോളൂ കേട്ടോ മാരിനേഷന്, അകത്തും പുറത്തൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ വറ്റിച്ചെടുക്കുകയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഇതാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പച്ചക്കുരുമുളകൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇതും പറയാനില്ല, നല്ല ടേസ്റ്റാണ്. കാന്താരി മുളകും ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ പാന് വീണ്ടും കാസ്റ്റ് ചെയ്യേണ്ട ഈ ഒരു പാന് നമ്മൾ വീണ്ടും ചൂടാക്കി എടുത്തു. കുറച്ച് ഓയിൽ നമ്മൾ താഴെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഒരു 5-6 മത്തൻ്റെ ഇല ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കഴുകിയെടുത്ത ശേഷം വേണം ഇങ്ങനെ വെച്ച് കൊടുക്കാനും. മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മത്തൻ്റെ ഇല നമ്മൾ ഈ മീൻ വറ്റിച്ച ശേഷം ആ മത്തൻ്റെ ഇല കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു 5-6 എടുത്തിട്ടുള്ളത്. എല്ലാവർക്കും വേണ്ടി വരും. അപ്പോൾ ആ മീനും ഒന്നുകൂടെ നന്നായിട്ട് മസാലക്കകത്തൊക്കെ പിടിപ്പിച്ചിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. ശരിക്കും ഇരുമ്പിൻ്റെ ചട്ടിയിൽ നമ്മൾ ഇതുപോലത്തെ കുക്കിങ്ങൊക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതായത് നമ്മൾ ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഫ്രൈ ആയപ്പോൾ തന്നെ വറ്റിച്ചെടുത്താൽ തന്നെ നല്ലൊരു ഫ്രൈ ആക്കിയുള്ള ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. നല്ലൊരു പ്രത്യേക ഒരു മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇനി ഇങ്ങനെ എല്ലാതും വെച്ച് കൊടുത്തിട്ടുണ്ട്, നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് വെച്ച് കൊടുക്കുക, ഒന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ കാസ്റ്റ് ചെയ്യേണ്ട മറ്റ് പാത്രങ്ങളും ഒന്നുകൂടെ കഴുകിയെടുത്തിട്ട് അത് വീണ്ടും ഒന്നുകൂടെ ചൂടാക്കിയെടുക്കാം. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാകുമ്പോൾ ഇക്കാക്ക് അത് വാഴൻ്റെ ഇലയിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇക്കന്നെ വാഴൻ്റെ ഇല കട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. നമ്മളിന്ന് സദ്യയായിരുന്നു ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ നോൺ വെജ് സദ്യ കേട്ടോ. പക്ഷേ ടൈം കിട്ടിയില്ല, നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു മീൻ വാങ്ങിക്കാൻ പോയപ്പോഴൊക്കെ. അങ്ങനെ ഇതാ മത്തൻ്റെ ഇലയിൽ ഈ മീൻ വറ്റിച്ചത് ഏകദേശം സെറ്റായിട്ടുണ്ട്. വെള്ളമൊക്കെ തന്നെ പുറത്തേക്ക് ഊറി വന്നത് കണ്ടോ. വെള്ളമൊന്നും ഒട്ടും ഒഴിച്ചിട്ടില്ല. നല്ലൊരു മണമായിരിക്കും കേട്ടോ. ആ ഒരു പച്ചക്കുരുമുളകിൻ്റെയും കാന്താരി മുളകിൻ്റെ ഒക്കെ ഒരു മണം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു മണം തന്നെ, കൊതിപ്പിക്കുന്ന മണമാണ്. അപ്പോൾ അതങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കട്ടോ വെള്ളം ഉണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ അടച്ച് വെച്ചാൽ മതി. മുകളിലും താഴേക്കൊക്കെ കുക്കായി കിട്ടും. ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. പിന്നെ നമ്മുടെ മറ്റേ കടായി ഉണ്ടല്ലോ, അതിൽ ഞാൻ ഉപ്പേരി ഉണ്ടാക്കുവാണ്. കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് ചിരങ്ങിയും ബീൻസും കൂടി പയറും കൂടി ഉള്ള ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പം ഇത് ഉപ്പേരി ഉണ്ടാക്കുന്നത് കാണിക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പം എന്താ പറയുക കഴുകിയെടുത്ത് അപ്പം തന്നെ ഉണ്ടാക്കുവാണ്. അതായത് ഇത് സീസൺ ചെയ്യേണ്ട ആവശ്യമില്ല, ഒട്ടും തന്നെ അടിയിൽ പിടിക്കുന്നൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പം ദ ഇൻഡസ് വാലീൻ്റെ കാസ്റ്റ് ചെയ്യേണ്ട പാത്രങ്ങളുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്കിത് സീസൺ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നല്ല മണമൊക്കെ വരുന്നുണ്ട്, അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഉപ്പേരിയും അവിടെ റെഡി ആയി തുടങ്ങി. അടച്ച് വെച്ചിട്ടുള്ളൂ. ഇതിൽ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ, വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ അത് പ്രത്യേക ഒരു സ്വാദ് തന്നെയല്ലേ. അപ്പോൾ അത് പ്രൊമോഷൻ ബേസിസിലല്ല പറയുന്നത്. എനിക്ക് ഈ ഒരു കാസ്റ്റ് അയൺ പ്രൊഡക്ട്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങൾ. പക്ഷേ അത് എന്താ പറയുക, നമ്മൾ സീസൺ ചെയ്ത് കഴിഞ്ഞാലും അതിൽ വേറൊരു ടേസ്റ്റിൽ എന്തൊക്കെയോ വരുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു. സീസൺ ചെയ്യാൻ തന്നെ നന്നായിട്ട് ബുദ്ധിമുട്ടിയിരുന്നു. പിന്നെ ഞാനെന്താ മീനൊക്കെ ഫ്രൈ ചെയ്യുകയാണ് ഇതിൽ വെച്ചിട്ട് മാന്തൾ. അപ്പോൾ നമ്മുടെ സ്റ്റൗ അവിടെ റെഡി അല്ലാത്തതുകൊണ്ട് അവിടെ ഓൾറെഡി കുക്കിംഗ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അടുപ്പത്ത് വെച്ചതാണ്. അപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ തവയിലാണ് ഞാനിപ്പോൾ മീൻ ഫ്രൈ ആക്കുന്നത്. നല്ല എന്താ പറയുക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഇരുമ്പിൻ്റെ ചട്ടിയിൽ മീൻ ഫ്രൈ ആക്കുമ്പോൾ. അപ്പോൾ കാസ്റ്റ് അയൺ പാത്രങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ ജസ്റ്റ് ഒന്ന് ഈ ഒരു ലിങ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഓഫറിൽ അവൈലബിൾ ആണ്. എൻ്റെ കോഡ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഓഫറിൽ ആ പ്രൊഡക്ട്സൊക്കെ അവൈലബിൾ ആവും കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നമ്മുടെ ഫുഡ് കഴിക്കാം. മത്തൻ്റെ ഇലയിൽ ഇതാ കുരുമുളക്, പച്ചക്കുരുമുളകും കാന്താരി മുളകും ഇട്ടിട്ട് അയല വറ്റിച്ചതാണ്. അത് പ്രത്യേകിച്ച് അതിൻ്റെ ടേസ്റ്റ് പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ആ ഒരു പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അത് ടേസ്റ്റിയാന്ന്. പിന്നെ ആ മത്തൻ്റെ ഇല കഴിക്കുമ്പോൾ പറയണ്ട,
നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ചെറിയ പാൻ ആയതുകൊണ്ട് തന്നെ 5 അയില എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അപ്പം തന്നെ തീർന്നു കേട്ടോ. പിന്നെ മാന്തൽ കുറച്ച് ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഊണ് വിഭവങ്ങൾ. അധികം കൂട്ടാനൊന്നും ഇല്ലയെങ്കിൽ പോലും ഒരു ടേസ്റ്റ് ഇപ്പോഴും വായിലിരിപ്പുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പപ്പായ പുളിങ്കറി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കറിക്കായിട്ട്. അത് പിന്നെ നമ്മൾ നേരത്തെ തന്നെ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ തന്നെ ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഞങ്ങൾ വന്നതിന് ശേഷം ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാൻ വിട്ടുപോകരുത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളെ കാസ്റ്റ് അയണിൻ്റെ പാത്രം അൺബോക്സിങ് ഉണ്ട് എന്നുള്ളത്, അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി അത് അയല തന്നെ വേണമെന്നില്ല, ഏത് മീൻ വെച്ചിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. അപ്പം ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നമ്മുടെ ഇൻഡസ് വാലിയിൽ നിന്ന് എനിക്ക് വന്നിട്ടുള്ള ആ ഒരു പ്രൊഡക്ട്സ് അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. അപ്പം കടായും ഫ്രൈങ് പാനും പിന്നെ തവയും കൂടിയുള്ള സെറ്റാണ്, കുക്ക് വെയർ സെറ്റാണ്. അതിൻ്റെ കൂടെ ഒരു തട്ക പാനും കൂടി ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. 2949 റുപ്പീസിനാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഓഫറിലാണ് അവൈലബിൾ ആവുന്നത്. പിന്നെ എൻ്റെ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഐഷ12 എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ 12% ഡിസ്കൗണ്ടിൽ അവൈലബിൾ ആവും കേട്ടോ. പിന്നെ നമുക്ക് എക്സ്ട്രാ പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ കാസ്റ്റ് ആൻഡ് പാനിൻ്റെ ബെനിഫിറ്റ്സൊക്കെ. 100% ടോക്സിൻ ഫ്രീ ആണ്. പിന്നെ ഫുഡൊക്കെ അയൺ കണ്ടൻറ്റ് കൂടുതലുള്ള ഫുഡ് നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ ഫുഡിൻ്റെ ടേസ്റ്റ് അടിപൊളിയാകും. പിന്നെ നാച്ചുറലി നോൺ സ്റ്റിക്കാണ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാനിപ്പോൾ കാണിച്ചത് കാസ്റ്റ് അയൺ പ്രൊഡക്ട്സ് മാത്രമാണല്ലോ. അപ്പം ഇൻഡസ് വാലിയിൽ കാസ്റ്റ് അയൺ പ്രൊഡക്ട്സ് മാത്രമല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രൊഡക്ട്സും അവൈലബിൾ ആണ്. ഒരുപാട് നല്ല നല്ല പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. 100% ടോക്സിൻ ഫ്രീ ആണ് അവരുടെ പ്രൊഡക്ട്സ് എല്ലാതും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രൊഡക്ട്സും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഒരുപാട് നല്ല ഓഫറിൽ ഇപ്പം അവൈലബിൾ ആണ്. അപ്പോൾ പ്രീ സീസൺ ചെയ്തിട്ടുള്ള കാസ്റ്റ് ആൻഡ് പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ സിംഗിൾ പ്രൊഡക്റ്റ് ആണെങ്കിൽ അങ്ങനെയും അവൈലബിൾ ആട്ടോ. ഇതിപ്പോൾ ഒരു കുക്ക് വെയർ സെറ്റായിട്ട് ഇങ്ങനെ എല്ലാതും ഇൻക്ലൂഡഡ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അത് നല്ല ഓഫർ പ്രൈസിലാണ് അവൈലബിൾ ആവുന്നത്. ഓരോ പ്രൊഡക്റ്റിനും നല്ല വിലയുള്ളതാണ്. അതാണ് നിങ്ങൾക്കിപ്പം ഇത്രയും ഓഫറിൽ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ, ഇതൊക്കെ നല്ല പാത്രം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ദോശപാത്രമാണ്. നമുക്ക് മറ്റേ മസാല ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന, ഗീ റോസ്റ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പാത്രമാണ്. ഇതിലാണ് ഞാൻ മീൻ ഫ്രൈ ആക്കിയതും. അപ്പോൾ എല്ലാത്തിനും എന്താ പറയുക, വെർസറ്റൈൽ കുക്കിംഗ് പറ്റുന്ന നല്ല പാത്രങ്ങളാണ് കേട്ടോ. ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു പാത്രമാണ്. അതിനാണ് ഞാൻ മീൻ വറ്റിച്ചത്. അപ്പം നല്ല പാത്രങ്ങൾ, നല്ല എന്താ പറയുക, പ്രീ സീസൺഡ് ആയതുകൊണ്ട് തന്നെ നല്ല പാത്രങ്ങളാണ്. എനിക്ക് പ്രൊമോഷന് തന്നുകൊണ്ട് പറയുമല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നല്ല ബ്രാൻഡാണ്. അപ്പം ആവശ്യമുള്ളവർ എന്തായാലും ട്രൈ ചെയ്യുക. അവരുടെ പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം നെക്സ്റ്റ് വീഡിയോ വരുന്നത് ഞങ്ങൾ തിരിച്ച് പോകുന്ന യാത്രാ വ്ളോഗായിരിക്കും ഇൻഷാ അല്ലാ. അതിൽ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.